പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ എല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂടി എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും സമയം ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിലൊരു വചനചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനുവേണ്ടി ഒരു വേദഭാഗം വായിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 27-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുകയാണ്. പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതേ പ്രിയമുള്ളവരെ, ഇവിടെ ഇതിന്റെ പശ്ചാത്തലം നമ്മൾ ഈ വചനത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് നാം നോക്കിയാൽ നമുക്കറിയാം ഇതൊരു കപ്പൽ യാത്രയ്ക്കകത്ത് സംഭവിച്ച ഒരു കാര്യമാണ്. ഒരു പ്രത്യേക എൻകൗണ്ടറാണ് ഇവിടെ വെളിപ്പെടുവാനായിട്ടിടയായി തീർന്നത്. ഇവിടെ പറയുന്ന ഒരു മനുഷ്യനല്ല, ഇവിടെ പറയുന്നത് സർവശക്തനായ ദൈവമാണ്. ഇവിടെ ഇങ്ങനെ പറയുന്നു, എന്താണ്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു. അപ്പൊ ദൈവത്തിന്റെ ദൂതനാണ്, സർവശക്തനായ ദൈവത്തിന്റെ ദൂതനാണ് എന്താണ് ഈ പൗലോസിന്റെ അടുക്കൽ ഇറങ്ങുന്നത്. ഈ കപ്പൽ യാത്രയ്ക്കകത്ത് ഒരുപാട് പേരുണ്ടെങ്കിലും അതിനകത്ത് ഒരു പ്രത്യേകമായ എൻകൗണ്ടറിലേക്ക് കയറാൻ പൗലോസിന് സാധിച്ചു. ഇല്ലെങ്കിൽ പൗലോസിന്റെ ജീവിത യാത്രയ്ക്കകത്ത് ദൈവവുമായിട്ടുള്ള ബന്ധം, കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോഴും കടലിലുള്ള ആപത്തിനകത്ത് നിൽക്കുമ്പോഴും കള്ളന്മാരാളുടെ ഉപദ്രവം ഏറ്റെടുക്കുമ്പോഴൊക്കെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറിപ്പോകാത്തൊരു ദൈവമനുഷ്യനാണ് പൗലോസ് എന്ന് പറയുന്ന വ്യക്തിത്വം. നമുക്കറിയാം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുന്നത് ആരെ എന്ന് പറഞ്ഞ് കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ഉപദ്രവത്തിനോ ഒന്നിനും എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റിക്കളയാൻ കഴിയത്തില്ലെന്ന് ഭയങ്കര വ്യക്തമായ നിലകളിൽ സംസാരിച്ച ഒരു ദൈവഭക്തനാണ് പൗലോസ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, പൗലോസെ, ദൈവത്തിന്റെ ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറയുകയാണ്, പൗലോസ്, നീ ഭയപ്പെടരുത്. അപ്പോൾ പൗലോസിന് ഭയപ്പെടാനുള്ള സാധ്യതകൾക്കകത്തൂടാണ് ഇപ്പോൾ ഈ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിത യാത്രയ്ക്കകത്ത് നമ്മളെ ഭയപ്പെടുത്തുന്ന, നമ്മളെ ഭീരുത്വപ്പെടുത്തുന്ന സംശയത്തിന്റെ നിഴലുകൾ വരത്തക്ക രീതിയിൽ ഒരു ജീവിതയാത്രയ്ക്കകത്തായിരിക്കും ഒരു പക്ഷെ എന്നെ കേൾക്കുന്നവർ നിൽക്കുന്നത്. പക്ഷെ ദൈവാത്മാവ് പറയുകയാണ്, നീ ഇവിടെ ആശ്ചര്യപ്പെട്ടു പോകരുത്. നിന്നോട് സംസാരിക്കാൻ ദൈവം എപ്പോഴും റെഡിയാണ്. നമ്മളോട് സംസാരിക്കാൻ, നമ്മളെ ഉദ്ധരിക്കാൻ, നമ്മളെ ശക്തരാക്കി മാറ്റാൻ ദൈവം എപ്പോഴും റെഡിയാണ്. അത് കാരാഗൃഹത്തിനകത്താണെങ്കിലും പത്മോസിലാണെങ്കിലും അത് ചെങ്കടലിന്റെ നടുവിലാണെങ്കിലും ഈ കപ്പൽ യാത്രയ്ക്കകത്താണെങ്കിലും ദൈവത്തിന് ഇറങ്ങാൻ കഴിയും. കാരണം ദൈവത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോം വിഷയമല്ല, ദൈവം നാം നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നാമമായിട്ടുള്ള ദൈവത്തിൻ്റെ ഇടപാടുകളാണ് ദൈവത്തിന് സംസാരിക്കാനായിട്ട് കഴിയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കപ്പൽ യാത്ര വിഷമകരമായി തീരുമ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് പൗലോസിന് നിൽക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ എൻകൗണ്ടർ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയിട്ട് പറയുകയാണ്, പൗലോസെ, നീ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. എന്നിട്ട് പറയുന്നു, നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരൊക്കെ ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് ഇവിടെ പറയുകയാണ്. അപ്പോൾ ഒരു യാത്രയ്ക്കകത്ത് പറയുകയാണ്, നീ എന്ത് ചെയ്യണം, നിന്നെക്കുറിച്ച് എനിക്കൊരു പ്ലാനുണ്ട്. ഒരുപക്ഷെ ഈ ഒരു യാത്രയ്ക്കകത്ത് പൗലോസിനെ ഞാൻ എവിടെ ചെന്ന് എത്തുമെന്നോ ഇല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനകത്ത് നിൽക്കുമെന്നോ എന്തായി തീരുമെന്നൊന്നും ഒരു പ്രത്യാശിക്കാനോ പ്രതീക്ഷിക്കാനോ വകുപ്പില്ലാത്തൊരു യാത്രയ്ക്കകത്താണ് പൗലോസ് നിൽക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് നിൽക്കുന്നതെങ്കിലും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നമ്മുടെ പ്രതികൂലം വരുമ്പോൾ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ തെറ്റിപ്പോകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. പക്ഷെ ദൈവിക ഉദ്ദേശങ്ങൾ ഒരിക്കലും നമ്മളെ വിട്ടു മാറുന്നില്ല. ആ ഉദ്ദേശങ്ങൾ തെറ്റിപ്പോകത്തില്ല. ആ ഉദ്ദേശത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിയോടെ തന്നെ നടത്തുകയാണ്. ശക്തിയോടെ തന്നെ ആ ഉദ്ദേശത്തിനകത്തേക്ക് ദൈവം നമ്മളെ പ്രവേശിപ്പിക്കുകയാണ്. പൗലോസിനോട് പറയുക, നിന്റെ ബലം നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ടാണ് പറഞ്ഞു, ഭയപ്പെടരുത്. അപ്പൊ ഭയപ്പെട്ടാൽ നമ്മുടെ പ്രതീക്ഷിക്കുന്ന ഭംഗം വരും. നമുക്ക് പ്രത്യാശിക്കാൻ കഴിയില്ലാതെ പോകും. നമുക്ക് വേണ്ട വിധത്തിൽ നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ വരും. ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മൈൻഡ് നമുക്കുണ്ടാകും. അപ്പൊ ഭയം എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എങ്കിൽ പോലും കർത്താവ് പറയുന്നു, ഈ ഭയത്തെ നമുക്കൊരു അവസരം ഈ ഭയം ഉണ്ടാക്കിയെടുത്താൽ അവിടെ സംശയം ഉണ്ടാകും, നിരാശ ഉണ്ടാകും, വേദന ഉണ്ടാകും. ഇതെല്ലാം അവിടെ കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, പൗലോസെ, നീ എന്ത് ചെയ്യരുത്, ഭയപ്പെടരുത്. കാരണം ഈ ഉദ്ദേശം ചിലപ്പോൾ നിനക്കറിയത്തില്ലായിരിക്കും എവിടെ നീ നിൽക്കുന്നു പോകുന്നു എന്നുള്ളത്. ഒരു പക്ഷേ ഈ ഒരു ജീവിത യാത്രയ്ക്കകത്ത് നിനക്ക് സെൻസ് ചെയ്യാൻ പോലും കഴിയുന്നില്ലായിരിക്കും. പക്ഷെ ദൈവം പറയുകയാ, നിനക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും കർത്താവ് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ലക്ഷ്യത്തിനകത്തേക്ക് കൊണ്ടുവരുവാനായിട്ടിടയായിരുന്നു. നീ കൈസരുടെ മുമ്പിൽ നിൽക്കാൻ വേണ്ടി പോകുകയാണ്. അടുത്ത ഒരു ചാൻസ് കൈസരുടെ മുമ്പിൽ നിന്നെ ഞാൻ നിർത്തുമെന്നുള്ളതാണ്. അത് ദൈവിക പദ്ധതിയാണ്, അത് ദൈവത്തിന്റെ ആലോചനയാണ്. അതിനകത്തേക്ക് ഇനി കടലല്ല, ഏത് കാര്യങ്ങൾ ഇളകി മറിഞ്ഞു
കഴിഞ്ഞാലും അതിനകത്തേക്ക് നമ്മെ കൊണ്ട് എത്തിക്കാൻ ദൈവം വിശ്വസ്തനാണ്. കാരണം അവിടെ എത്തുക, അവിടെ നിൽക്കുക എന്നുള്ളത് ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്നിൻ്റെ ജീവിത സാഹചര്യത്തിൻ്റെ നടുവിൽ മടുപ്പ് അനുഭവിക്കുന്ന ഇനി അടുത്തൊരു എക്സ്പെക്റ്റേഷന് പോലും സാധ്യതയില്ലാത്ത നിലകളിൽ നിൽക്കുന്നവരോടും പരിശുദ്ധമ പറയാണ്, നമ്മളെക്കുറിച്ച് നമുക്കൊരു സാധ്യത കാണുന്നില്ലായിരിക്കാം, പക്ഷെ ദൈവത്തിന് നമ്മളെക്കുറിച്ച് നീ എവിടെ നിൽക്കണം, എങ്ങനെയായിരിക്കണമെന്ന് ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പ്ലാനുണ്ട്. അതിനകത്തേക്കാണ് ഞാൻ നിങ്ങൾ മൂവ് ആകുന്നത്. അതിനകത്തേക്കാണ് എൻ്റെ നിങ്ങളുടെ അനുനിമിഷമുള്ള നമ്മുടെ യാത്ര. അപ്പം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ സാഹചര്യത്തെ കണ്ട് ഒരിക്കലും ആരും പകച്ചു നിന്ന് പോകരുത്. വചനം വളരെ വ്യക്തമായി പറയുന്നു, നീ കൈസരി നിൽക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ പൗലോസിന്റെ ഭയം മാറ്റി അവനെ ഉറപ്പിച്ചതുപോലെ ദൈവം നമ്മളെ ഉറപ്പിക്കാനാണ് ഈ വചനത്തെ സംസാരിക്കുന്നത്. നിങ്ങൾ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പോകുന്നു. നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതിനകത്തേക്ക് എന്തൊക്കെ പ്രയാസങ്ങൾ, അസ്വസ്ഥതകളൊക്കെ നേരിട്ടെന്ന് പറഞ്ഞാലും അതിനകത്തേക്ക് നിങ്ങൾ മൂവ് ആകാൻ വേണ്ടി പോവുകയാണ്. അതിനകത്തേക്ക് നിങ്ങൾ എത്തപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഇന്നിൻ്റെ ജീവിത സാഹചര്യത്തിൽ ഒരുപക്ഷെ സംശയങ്ങളായിരിക്കാം മൊത്തം മുൻപ് നിൽക്കുന്നത്. പക്ഷെ ദൈവം പറയുന്നു, നിങ്ങളൊരു ലക്ഷ്യത്തിനകത്തേക്ക് നിങ്ങൾ എത്തിച്ചേരും. കാരണം ദൈവം പറയും, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, നീ കൈസൽ നിൽക്കേണ്ടതാകുന്നു എന്ന് പൗലോസിനോട് പറഞ്ഞതുപോലെ തന്നെ എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ എവിടെ നിൽക്കണം, ഏത് ജോലി ചെയ്യണം, ഏത് രാജ്യത്ത് നിൽക്കണം, ഏത് കാര്യം ചെയ്യണമെന്ന് ദൈവത്തിന് നിർണ്ണയിക്കപ്പെട്ട ടൈമുണ്ട്, നിർണ്ണയിക്കപ്പെട്ട പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഭാരപ്പെട്ടു പോകരുത്. നാം എല്ലാവരും ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള ഒരു യാത്രയ്ക്കകത്താണ്. നാം എല്ലാവരും ദൈവത്തിൻ്റെ പദ്ധതികൾക്കകത്തേക്കുള്ള ഒരു യാത്രയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം പ്രാപിക്കുക. ദൈവം അതിനായി നാം എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.